വെറും 3 സെക്കൻഡ് വീഡിയോയ്ക്ക് 10 കോടി രൂപ കോമ്പൻസേഷൻ. കാര്യമുണ്ട്. ധനുഷിനുണ്ടായ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ആണ് അതിന് കാരണം. നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിൽ ഉൾപ്പെടുത്തിയ ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത ചിത്രത്തിലെ 3 സെക്കൻഡ് രംഗം 24 അവേഴ്സിനകം നീക്കം ചെയ്തില്ലെങ്കിൽ 10 കോടി രൂപ കോമ്പൻസേഷന് വേണ്ടി കോടതിയെ സമീപിക്കുമെന്നാണ് ധനുഷ് നയൻതാരയ്ക്ക് അയച്ച ലീഗൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ധനുഷിന് ഈ സിനിമയ്ക്ക് മേൽ എക്സ്ക്ലൂസീവായ കോപ്പിറൈറ്റ് ഉണ്ട്. കോപ്പിറൈറ്റ് ആക്ട് 1957 പ്രകാരം ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന്, അതായത് ഒരു നോവൽ, പോയം, സിനിമ, ഫിലിം, വീഡിയോ, ഇതിനൊക്കെ മേൽ അതിന്റെ ഒറിജിനൽ ഓണറിന് എക്സ്ക്ലൂസീവായ കോപ്പിറൈറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അത് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആ കോപ്പിറൈറ്റ് ഹോൾഡറാണ്. അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ, അത് ആരും ആയിക്കോട്ടെ, അവരുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാൾക്ക് അത് ഉപയോഗിക്കാനോ അതിന്റെ കോപ്പീസ് ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ കോപ്പിറൈറ്റ് ആക്ട് സെക്ഷൻ 51 പ്രകാരം അത് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ആണ്, അഥവാ പകർപ്പവകാശ ലംഘനമാണ്. കോപ്പിറൈറ്റ് ആക്ട് സെക്ഷൻ 63 പ്രകാരം കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് തക്കതായ ശിക്ഷയുണ്ട്. അതിനാൽ തന്നെ കോപ്പിറൈറ്റ് ഹോൾഡർക്ക് തന്റെ വർക്കിന്റെ മൂല്യം അനുസരിച്ച് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ചെയ്ത ആൾക്കെതിരെ കോമ്പൻസേഷന് വേണ്ടി കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പൊ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, കോപ്പിറൈറ്റ് ഒരു അവകാശമാണെങ്കിൽ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഒരു ഒഫൻസ് തന്നെയാണ്.